അപ്പോൾ നമ്മൾ വേരിയബിൾ ഫംഗ്ഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതായത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഒന്നുകൂടെ വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ്. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എ. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. ഇത്രയും ഫംഗ്ഷനാണ് നമ്മൾ വേരിയബിൾ ഫംഗ്ഷനകത്ത് വരുന്ന ടേംസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. ഇപ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ആണെന്ന് വെച്ചോ. സൈൻ എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. അപ്പോൾ കോസ് എ എസ് പ്ലസ് ബി വരും, എ എസ് പ്ലസ് ബി വരും. പിന്നെ എന്തുകൂടി വരും? ഈ എ എസ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ്. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ വരും. പിന്നെ ബിയുടെ ഡെറിവേറ്റീവ് അവിടെ 0 ആകും. അപ്പോൾ കോസ് എ എസ് പ്ലസ് ബി ഇൻറ്റു എ വരും. അത് വേണമെങ്കിൽ നമുക്ക് ആ എ ആദ്യം എഴുതാം കേട്ടോ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x പ്ലസ് 3 ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതും? ഈ സൈൻ്റെ ഡെറിവേറ്റീവ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്നാ? കോസ്. അപ്പോൾ 2x പ്ലസ് 3 വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും? 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ആണ്. 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ആ 2 ആദ്യം നമ്മൾ എഴുതും. ഇവിടെ എഴുതണമെന്നില്ല, ആദ്യം നമ്മൾ എഴുതി പഠിക്കാം. അടുത്ത് നോക്കിക്കേ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് എ ആണെന്ന് വെച്ചോ. സൈൻ എക്സ് പ്ലസ് എ എന്ന് പറയുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. ഈ എസ് പ്ലസ് എ അങ്ങനെ തന്നെ എഴുതണം. പിന്നെ ഏതിൻ്റെ ഡെറിവേറ്റീവ്? എസ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. എയുടെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം നോക്കിക്കേ, ഈ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്. പിന്നെ ഈ എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതണം. പിന്നെ അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അത് പ്രോഡക്റ്റ് വരും. അപ്പോൾ നമ്മൾ അതാണ് ഈ 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് ഇവിടെ 2 വരുന്നത്. ദെൻ അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 8x ആണെന്ന് വെച്ചോ. സൈൻ 8xൻ്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ കോസ് 8x വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ്? 8xൻ്റെ ഡെറിവേറ്റീവ് 8 കൂടി അവിടെ വരും. അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 5x പ്ലസ് 2 ആണെന്ന് വെച്ചോ. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. കോസ് 5x പ്ലസ് 2. എന്തിൻ്റെ ഡെറിവേറ്റീവ് വരും? 5x പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് 5 കൂടെ വരും. 5xൻ്റെ ഡെറിവേറ്റീവ് 5. 2ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് എഴുതേണ്ട. കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 5 ഇൻറ്റു കോസ് 5x പ്ലസ് 2 വരും. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സൈൻ 9x എക്സാമ്പിൾസ് 2 ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 1 പ്ലസ് എക്സ്. അടുത്ത 3 ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ഡി. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അടുത്ത് നോക്കാം, അടുത്ത നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, മൈനസ് സൈൻ എക്സ് വരും. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ആണ്. ഈ എ എക്സ് പ്ലസ് ബി അങ്ങനെ തന്നെ വരും. അപ്പം ഇൻറ്റു എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ? എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ വരും. അപ്പോൾ ഇൻറ്റു എ വരും. എ മൈനസ് എ ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി വരും. അവിടെ ബിയുടെ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോക്കോളും. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 2x പ്ലസ് 3 ആണെന്ന് വെച്ചോ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2x പ്ലസ് 3 വരും. ഇവിടെ 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 വരും. 2xൻ്റെ ഡെറിവേറ്റീവ് 2 വരും. ഇൻറ്റു 3യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോൺസ്റ്റൻ്റ് ആണോ, അത് എഴുതേണ്ട ആവശ്യമില്ല. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഓരോ ഇക്വേഷനും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ കാൽക്കുലസ് പഠിച്ചു എന്ന് പറയാം നമുക്ക്. അടുത്ത കോസ് 5x മൈനസ് 4 ആണെന്ന് വെച്ചോ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ 5x മൈനസ് 4 വരും. ഇനി ഏതിൻ്റെ ഡെറിവേറ്റീവ്? 5xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 5 വരും. മൈനസ് 4 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോകും? 0 ആയി പോകും. അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 7x ആണെന്ന് വെച്ചോ.
അപ്പോൾ ഈ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ 7x വരും. അപ്പോൾ ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവ് വരും 7xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 7 വരും. അപ്പം -7 ഇൻറ്റു സൈൻ 7x വരും നമ്മുടെ ആൻസർ ആവും. ക്ലിയർ ആയല്ലോ. അടുത്ത ഡെറിവേറ്റീവ് നോക്കുക d/dx ഓഫ് കോസ് 8x + 1 ആണെന്ന് വെച്ചോ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ ഏത് വരും ഈ 8x + 1 വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും ഈ 8xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 8 വരും. അത് വേണമെങ്കിൽ നമുക്കിവിടെ ആദ്യം എഴുതാം അല്ലെങ്കിൽ അവസാനം എഴുതാം കേട്ടോ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ദെൻ അടുത്ത് നോക്കുക d/dx ഓഫ് കോസ് s + a ആണെന്ന് വെച്ചോ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ s + a വരും. പിന്നെ ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവ് വരും s + aയുടെ ഡെറിവേറ്റീവ് വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ 1 ആ. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആ 1 നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. 1 എഴുതിയാലും കുഴപ്പമില്ല, നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 ആയതുകൊണ്ട്. ബാക്കി ഏത് നമ്പർ ആണെങ്കിലും നമ്മളവിടെ കറക്റ്റായിട്ട് എഴുതുകയും ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത് ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം മക്കളെ കേട്ടോ. കോസ് 3x അടുത്ത d/dx ഓഫ് കോസ് 5x അടുത്ത d/dx ഓഫ് കോസ് 9x 1 2 3 4 d/dx ഓഫ് cos 1 - 3x d/dx of cos 5 - 2x. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.